ഗൈസ് വെൽക്കം ബാക്ക് വേറൊരു റിവ്യൂ വ്ളോഗിലേക്ക്. ഹായ് എല്ലാവർക്കും ഹായ്. സോ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്നും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൺട്രോളർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടിരുന്നറിയില്ല. കണ്ടവരോടൊക്കെ താങ്ക്സ്, സപ്പോർട്ട് ചെയ്തവരോടൊക്കെ താങ്ക്സ്. സോ ഇന്നും നമ്മൾ ബേസിക്കലി ഇന്നൊരു വേറൊരു സംഭവത്തിൻ്റെ റിവ്യൂ ആണ്. സംഭവം ഒന്നുമില്ല, ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഐറ്റം. സംഭവം കണ്ട ബാർ സ്പീക്കർ. അപ്പോൾ ബാർ സ്പീക്കർ ഇന്ന് ഞാൻ ഒരു വാങ്ങിച്ച സാധനമുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ അതിനെ കുറിച്ചിട്ട് അതിൻ്റെ അൺബോക്സിങ് നമുക്ക് കണ്ടുനോക്കാം. എന്തായാലും നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗസ്റ്റാണ് ഈ കാണുന്ന ബാർ സ്പീക്കർ. ഇത് സംഭവം സീബ്രോണിക്സിൻ്റെ ബാർ സ്പീക്കറാണ്. ബാർ 2.0 എന്ന് പറഞ്ഞ സാധനം. ഏകദേശം ഞാൻ പൊളിച്ച സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത് സീബ്രോണിക്സിൻ്റെ ബാർ 2.0 എന്ന് പറഞ്ഞ ബാർ സ്പീക്കറാണ്. ഏകദേശം നിങ്ങൾക്ക് ഈ ഫോട്ടോ തന്നെ കാണാൻ പറ്റും. ഇത് ഒരു 2 ലെയർ പോലെയാണ് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ സിംഗിളായിട്ടാണ്, പക്ഷെ നമുക്ക് ഈ സാധനം ബ്രേക്ക് ചെയ്ത് 2 ആക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതൊരു RGB ലൈറ്റ് വേർഷൻ സ്പീക്കറാണ്. എന്നുവെച്ചാൽ ഈ കളർഫുള്ളിൽ ആഗ്രഹിക്കുന്നവർക്കില്ലേ, അവർക്ക് പറ്റിയ സാധനം. ഈ ലൈറ്റ് വെട്ടിത്തിളങ്ങി കളിക്കും. എന്ന് വെച്ചാൽ വലിയ സംഭവമല്ല, ചെറിയ സാധനത്തിൽ കളർ വെട്ടിത്തിളങ്ങുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് USB പവേർഡും ഓക്സ് ഇൻപുട്ട് കേബിളും 2 സെറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മെയിൻലി നമ്മളെ TV, പിന്നെ TVക്ക് എന്താ പറയുക, ഫോൺ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ കണക്ട് ചെയ്യാൻ കഴിയില്ല. ഫോണിന് മറ്റേ സാധനം കുത്താൻ കഴിയില്ലല്ലോ, USB പോലത്തെ സാധനം. അപ്പോൾ മെയിൻലി നമ്മളെ PC-യിൽ പിന്നെ നമ്മളെ ഇതുപോലെ എവിടെയെങ്കിലും ഫംഗ്ഷൻ പരിപാടിക്കെല്ലാം വലിയ പാട്ടെല്ലാം വെക്കണമെങ്കിൽ അതിൻ്റേതായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കുത്താൻ പറ്റിയ സംഭവം ഉണ്ടെങ്കിൽ കുത്താം. പിന്നെ നമ്മളെ PC, TV ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്, നല്ല ആ ഒരു RGB ലൈറ്റും ഉണ്ട്. അതും ഉള്ളതുകൊണ്ട് തന്നെ സംഭവം സെറ്റ്. അപ്പോൾ സീബ്രോണിക്സിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെ. ഈ സാധനം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീബ്രോണിക്സിൻ്റെ ബാർ സ്പീക്കർ. ഏകദേശം ബാർ 2.0 എന്ന പേര്. സീബ്രോണിക്സിൻ്റെ 2 ടൈപ്പ് ഓഫ് സ്പീക്കറാണ്. അവരെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും. അതിലൊരു ബേസ് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നും കാണിച്ചു തരുന്നത്. നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ കൺട്രോളർ കാണിച്ച പോലെ തന്നെ. ഓക്കെ, സോ എന്തായാലും നമുക്കിത് പെട്ടി ബാക്ക് ഒന്ന് പൊളിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. പെട്ടീൻ്റെ മുന്നും ഓൾറെഡി നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഒന്നാമത് എനിക്കൊന്ന് സംഭവം നോക്കണമല്ലോ. നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പറ്റിക്കുന്ന ഡീംസ് ഉണ്ട്, അതാ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. എന്തായാലും നമുക്ക് പൊളിക്കുക. ഞാൻ ഓൾറെഡി നോക്കിയോണ്ട് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് തരുന്നതാണ്, എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. പോയാ ഇതെന്തോ പോയി, ആ സാധനം എന്തോ അതിൻ്റെ ഇത് അത്യാവശ്യം വണ്ണം ഉണ്ട് കേട്ടോ സാധനം. വേണ്ട, ഇതിപ്പോൾ എൻ്റെ ബോഡീൻ്റെ സൈസ് തന്നെ ഉണ്ട്. സമ്മർ അത്യാവശ്യം സൈസ് ഉണ്ട്. കണ്ട, ഇത് ഈ ഒരു സൈസ് ഉണ്ട്. അപ്പോൾ നല്ല എനിക്കൊന്ന് സാധനം പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇവരിങ്ങനെ കൊടുത്തേ. ഇത് ഇതാണ് സാധനം. അയ്യോ മോനെ, എൻ്റെ മോനെ, ഇതിലൊന്നുമില്ല കേട്ടോ സംഭവം. യൂസർ മാനുവൽ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഇത് പെട്ടി വിളിച്ചപ്പോൾ ഒരു ഗൈഡോ ഒരു പേപ്പറോ തന്നിട്ടില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഈ ഒരു സാധനം മാത്രമുണ്ട്. ഇതാ സ്പീക്കർ, കാണാൻ പറ്റുന്നില്ലേ, നല്ല വലിപ്പമുണ്ട്. പക്ഷെ ഇതിങ്ങനല്ല, ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ സാധനം ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ പൊട്ടിക്കലല്ലേ സംഭവം. ഈടൊരു ക്ലിപ്പുണ്ട്. ഈ കുന്ത്രാണ്ടം നട്ട് ഊരാൻ പറ്റൂ, അങ്ങനെയാന്ന് തോന്നുന്നു. ഇനി പൊട്ടോ പണ്ടാലോ. എൻ്റെ അമ്മ, ഞാൻ പേടിച്ചു പോയി. അപ്പോൾ സംഭവം കണ്ടോ, ഇതിപ്പോൾ 2 ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു സാധനം 2 ആക്കിയിട്ടുണ്ട്. ഇത് മെയിൻലി ഇതിൻ്റെ ഒക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ TV PC-ൻ്റെ 2 സൈഡായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു കണക്ഷൻ കേബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡയറക്റ്റ് കണക്ഷനാണ്. അതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഒന്ന് USB-യും പിന്നെ അതേപോലെ തന്നെ ഫോക്കസ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഒന്ന് USB, അതുപോലെ തന്നെ ഓക്സ് കേബിൾ ഇൻപുട്ടാണ്. പക്ഷേ PC-യിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 2 കണക്ട് ചെയ്യണം. അത് ഞാൻ പറയാം, കാരണം PC-യിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് 2 കണക്ട് ചെയ്യണം. അപ്പോൾ ഈ സംഭവം പിന്നെ ആകെ നമുക്ക് ഈ സൈഡാണ് സ്പീക്കർ സൈഡ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം അതിൻ്റെ ലുക്ക് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ 2ൻ്റെയും ഓപ്പോസിറ്റ് സൈഡാണ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ സിമ്പിൾ സാധനമാണ്, സിമ്പിൾ പ്രൊഡക്റ്റാണ്. ഇവിടെ കണ്ടോ,
ഇത് ഇവരെ കൺട്രോളിങ് സിസ്റ്റമാണ്. ഇത് വോളിയം കൂട്ടലും വോളിൻ്റെ സൗണ്ട് വർക്കലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കൊടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഇത് ഇവിടെ പവർ ഓൺ ബട്ടൺ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പവർ ഓൺ ബട്ടൺ. ഈ സാധനം പിടിച്ചമർത്തിയാൽ തന്നെ ഇത് പവർ ഓൺ ബട്ടൺ അല്ല, ഇതല്ല, ഇത് ഈ ഒരു സാധനം കണ്ട, ഇതാണ് സൗണ്ട് മ്യൂട്ട് ബട്ടൺ. എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് പാട്ടെല്ലാം പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഈ വീട്ടിൽ നിന്ന് മമ്മിയും പപ്പ അല്ലെങ്കിൽ ആടെ ഇങ്ങനെ വിളിക്കുന്നുണ്ടാവില്ല, കിച്ചണിന്ന് ദൂരെ വാ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ വിളിക്കുന്ന സമയം പെട്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ കുന്തറാണ്ടങ്ങ് അമർത്തി കൊടുത്താൽ മതി. അതായത് അപ്പോൾ ഇത് ഒറ്റ ക്ലിക്കിൽ സൗണ്ട് മ്യൂട്ടാവും. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വേഗം വോളിയം കുറച്ചോ വോളിയം കൂട്ടി കളിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ക്ലിക്കിൽ ഒറ്റ ടാപ്പിൽ സൗണ്ട് മ്യൂട്ടാവും. സംഭവം അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മളെ പവർ ഓൺ ബട്ടണ്. കാരണം ഇത് സംഭവം നിങ്ങൾക്ക് കാണാറില്ല, ഈ ഒരു സംഭവം ഇതൊന്ന് പിടിച്ചമർത്തിയാൽ ഓണാവും. ഇതിപ്പോൾ ഓണാവില്ല, കാരണം ഓണാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നാമത് കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ബാറ്ററിയോ ചാർജിങ്ങോ ഒരു പരിപാടിയില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യുക, കേൾക്കുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അപ്പോൾ ഇനി ബാറ്ററി ഒന്നുമില്ല, ഉള്ളിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന സാധനം. ഇത് കുത്തിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പവറിൽ വർക്ക് ചെയ്യുന്നൊരു സാധനം. സംഭവം എന്തായാലും ബേസ് പ്രൈസിന് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് എനിക്കൊന്ന് സ്പീക്കേഴ്സ് എല്ലാം നോക്കുന്നു, സ്പീക്കേഴ്സ് ഒട്ടുമിക്ക ആൾക്കാർ നോക്കുന്നത് കുറച്ച് വലിയ പൈസയുള്ള സാധനമെല്ലാം മേടിക്കുന്ന ആളുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ പൈസ മേടിക്കേണ്ടെന്നല്ല പറയുന്നത്, നല്ല ക്വാളിറ്റി സാധനം എപ്പോഴും നോക്കുന്നത് നല്ലതാണ്, നല്ലൊരു ചോയ്സ് തന്നെയാണ്. പക്ഷേ ഒരു ബേസ് പ്രൈസിൽ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഈ മുകളിൽ അങ്ങോട്ട് തന്നെ ഉണ്ട്, അതായത് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, എങ്ങനെ സംഭവിച്ചതാണ് ഈ രണ്ട് ഇവിടെ ഒരു ഇത് കണ്ട, ഇതാ സംഭവം. ഈ സാധനം രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ പറ്റും, അതാ മെയിൻ കാര്യം. അതായത് ഇങ്ങനെ കുറച്ച് ഫോഴ്സ് കൊടുക്കണം. ഇത് ശരിക്കും ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ, സോറി സ്റ്റക്കായ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒപ്പരം ചെയ്ത് കൊടുത്താൽ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കോലത്തിൽ കിട്ടും. ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ വെച്ചാൽ ടി വിൻ്റെ ഇടയിലും വെച്ചാൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ ലാപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ രസം ഉണ്ടാവില്ല. ഇനി ഇതിങ്ങനെ സൈഡിൽ വെച്ചെടുത്താൽ എൻ്റെ നടുക്ക്, ഇപ്പം എൻ്റെ തല വീസി ആണെങ്കിൽ എൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച പോലെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ലൈറ്റ് കത്തിച്ചിട്ട് സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ നൈറ്റ് വേർഷൻ കാണിച്ചു തരാം. നൈറ്റ് വേർഷൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. സംഭവം ഇതാണ് അതിൻ്റെ നൈറ്റ് വിഷൻ, നമ്മൾ സ്പീക്കർ വെച്ചിട്ടുള്ള ആ ഒരു ഭംഗി. സൈഡിൽ 2 വെട്ടിത്തിളങ്ങുന്ന RGB കളേഴ്സ് ഉണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ. കസ്റ്റമാണ്, എത്രയോ കളേഴ്സ് ഉണ്ട്, ഒരു കളർ മാത്രമൊന്നുമല്ല. നിങ്ങൾക്ക് ഇനി മഴവിൽ കളർ ഇഷ്ടമല്ലെങ്കിലും പച്ച, നീല, ചുവപ്പ്, മഞ്ഞ എല്ലാ കളറും ഉണ്ട്, അതില്ലാണ്ടൊന്നുമില്ല. അപ്പോൾ അതും ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. അതുമാത്രമല്ല ഈ ലൈറ്റ് ഓഫാക്കാനും പറ്റും, ലൈറ്റ് ഇല്ലാണ്ട് സ്പീക്കർ വർക്കാവും, ലൈറ്റ് വെച്ചിട്ടും സ്പീക്കർ വർക്കാവും. സോ സംഭവം നല്ലൊരു സാധനം പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെതായ ഭംഗി നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് ബേസിക്കലി ഈ സ്പീക്കറിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഡോൾബി അറ്റ്മോസ്ഫിയർ മറ്റേ തിയേറ്റർ കിട്ടുന്ന സൗണ്ടൊന്നും കിട്ടില്ല. അതും പ്രതീക്ഷിച്ച് ആരും വാങ്ങരുത്, എന്നിട്ട് എന്നെ തല്ലാനും വരണ്ട. പക്ഷെ ഞാൻ പറയാം, കുറച്ച് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ റൂമിൽ കിട്ടേണ്ട എല്ലാ ഡോൾബി അറ്റ്മോസ്ഫിയറും കുന്തറാണ്ടെല്ലാം കിട്ടുന്നുണ്ട്. സംഭവം നല്ല സൗണ്ട് കിട്ടാണ്ട് വിചാരിക്കുന്ന പോലെ നല്ല സൗണ്ട് ഉണ്ട്. ഈ ഒരു ആകെ കൂടി ഒരു കൈൻ്റെ അത്രയേ ഉള്ളൂ, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ്. സാധാരണ ഈ നോർമലി ഈ ഒരു ബേസ് പ്രൈസ് കൊടുക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഇത്ര നല്ല ക്വാളിറ്റി സൗണ്ട്, അത്രയും നല്ല ലൗഡ് നോയ്സ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും കിട്ടുന്നുണ്ട്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു പാട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചുതരാം. എൻ്റെ PC ഞാൻ കണക്ട് ചെയ്യാം സാധനം, എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ നോക്കിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് എല്ലാം പോയി നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ആകെ എന്താ പറയുക, 1000 രൂപയ്ക്ക് അടുത്തായിട്ടേ വരുന്നുള്ളൂ. 900 രൂപ 800 രൂപ എൻ്റെ ഓൺലൈനിൽ കാണുന്നുള്ളൂ. ഇവരെ വെബ്സൈറ്റിൽ എത്ര പൈസ എന്നറിയുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഏകദേശം 900-800 അപ്രോക്സിമേറ്റ്ലി വരുന്നുള്ളൂ. ചെറിയ പൈസയാണ്. ചെറിയ പൈസക്ക് നല്ലൊരു സ്പീക്കർ നോക്കാം. വലിയതല്ല. സീബ്രോണിക്സ് കുറച്ചും കൂടി നല്ല ബ്രാൻഡാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് സീബ്രോണിക്സിൻ്റെ ഇങ്ങനത്തെ ഇലക്ട്രോണിക്സ്. സോ കുറച്ചും കൂടി ട്രസ്റ്റഡ് ബ്രാൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാം. നല്ലൊരു സാധനമായിരിക്കും. ഇതിന് വാറണ്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ നോക്കിക്കോ. സംഭവം അതിൻ്റെ കളർ ലൈറ്റ് ലുക്കെല്ലാം കണ്ടില്ല, ഇതാണ് സാധനം. ഓക്കെ, സോ ഗൈസ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ മെയിൻ കണക്ട് ചെയ്യേണ്ടത്. ഇതുപോലെ 2 വയർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ ഔട്ട് വ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ നൈറ്റ് വ്യൂ. സംഭവം ഏകദേശം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ, ആ ഒരു ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ രാത്രിയിൽ നല്ല എന്തായാലും പൊളിയായിരിക്കും, വിചാരിക്കുന്ന പോലെയല്ല. നല്ല രീതിയിൽ തന്നെ ആംബിയൻസ് കിട്ടും. ഇനി പാട്ട് വെച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഗൈസ് ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നോക്കിക്കോ. ഇതാണ്
ഇപ്പൊ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതിൻ്റെതായ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്തായാലും. അപ്പൊ ഇതേതായ ക്വാളിറ്റി എന്തായാലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധനം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പ്രൊഡക്റ്റും കൂടി ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം. കാരണം അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരുന്നില്ല. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം. ഒന്നുമില്ല, ഈ PC ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, വീട്ടിൽ തന്നെ നല്ല സെറ്റപ്പിലൊക്കെ ഇത്. അപ്പോൾ അവർക്ക് കീബോർഡും മൗസൊക്കെ വെച്ചിട്ട് നല്ലൊരു പാഡ്, മീൻസ് കീബോർഡ് പാഡ്, ടേബിളിൽ വെക്കാൻ പറ്റിയൊരു പാഡ് മാറ്റും കൂടി ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. താഴെ ലിങ്ക് കൊടുത്തേക്കാം. സംഭവം നല്ല രസമുണ്ട്. എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കുറച്ച് നല്ല ലെങ്ത്ത് ഉള്ളത്, ഏകദേശം 84 സെൻറ്റിമീറ്റർ ലോങ് സാധനമാണ്. കീബോർഡ് പ്ലസ് മൗസ്. എൻ്റെ കീബോർഡ് ഓൾറെഡി വലുതാണ്, അത് പ്ലസ് മൗസും കൂടി ഫിറ്റ് ആവുന്ന രീതിയിലുള്ളൊരു സാധനമാണ്. എന്തായാലും അതിനനുസരിച്ച് നല്ലൊരു കാർ ബാക്ക്ഗ്രൗണ്ടും കൂടി കൊടുത്ത നല്ലൊരു ഗ്രാഫിക് തീമായിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ സംഭവം. ചെറിയ പൈസയേ ഉള്ളൂ അതിനു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുക വിത്ത് സ്പീക്കറിൻ്റെ കൂടെ. എന്തായാലും ഒന്ന് അതും കൂടി ചെക്ക് ചെയ്യാണ്ടിരിക്കാൻ നോക്കണ്ട, മറക്കണ്ട. ഓക്കെ, ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വിത്ത് സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞാലും അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ബേസിക്കലി നിങ്ങൾ കണ്ടില്ലേ നമ്മളെ പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഒരു ബേസ് പ്രൈസിൽ വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടം പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ഈ സ്പീക്കറൊക്കെ വാങ്ങാൻ നോക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയാമല്ലോ, ലിങ്ക് എന്തായാലും കൊടുക്കണമല്ലോ, അല്ലാണ്ട് പോയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടും ചെയ്യാമെന്നൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വീഡിയോയിൽ കമൻറ്റ് ഇടാനും മറക്കാതെ. കമൻറ്റ് അതിനായിട്ട് പോയി നോക്കിയിട്ട് കമൻറ്റ് ഇടാണ്ട് പോകുന്നത് വളരെ മോശമാണ്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ വാങ്ങുക, പോയി ചെക്കൗട്ട് ചെയ്യുക. വേണമെങ്കിൽ മേടിക്കുക, വേണമെങ്കിൽ വീട്ടിൽ വാങ്ങിക്കുക. ചെറിയ പൈസയുള്ളൂ. ബേസ് പ്രൊഡക്റ്റ് ബേസ് പ്രൈസിൽ തരുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി DM ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ സീബ്രോണിക്സിൻ്റെ ഈ വയേർഡ് സ്പീക്കർ റിവ്യൂ വ്ളോഗ്. സോ ഇത്രയേ ഉള്ളൂ. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ നമുക്കിനി എന്തായാലും ബാക്കി കാണാം. എന്തായാലും എന്നാൽ വീഡിയോ ഇത്രത്തോളമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ സബ് അടിക്കുക, ലൈക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. സോ ബൈ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വെച്ചിട്ട് പോടെ.